ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സർവേയിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയ രാജാക്കന്മാരുടെ പുസ്തകമാണ് തുടരുന്നത്. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം 1 രാജാക്കന്മാർ പഠിക്കുവാനായിട്ട് നമ്മൾ ആരംഭിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തെ പഠന സൗകര്യത്തിനായിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടാകും. ഞാൻ കംപ്ലീറ്റ് രാജാക്കന്മാരുടെ ലിസ്റ്റും രാജ്യത്തിൻ്റെ വിഭജനവും ഒക്കെ നിങ്ങളെ കൊണ്ട് ഇന്ന് പറയിപ്പിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പറയിപ്പിച്ചതായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലത് ഉറച്ചിരിപ്പുണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കുന്നു. ആദ്യത്തെ 11 അധ്യായങ്ങൾ ശലോമോൻ്റെ വാഴ്ചയുടെ കാലം, 40 കൊല്ലത്തെ വാഴ്ചയുടെ കാലമാണ്. പിന്നീടുള്ള 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ 80 വർഷത്തെ ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വിഭജിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ശലോമോന് ശേഷം സാമ്രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളൊരിക്കലും മറന്നു പോകരുത്. വടക്ക് ഇസ്രായേൽ എന്നും തെക്ക് യഹൂദ എന്നും 2 രാജ്യങ്ങൾ. വടക്കുള്ള ഇസ്രായേലിൽ 10 ഗോത്രങ്ങൾ, തെക്കുള്ള യഹൂദയിൽ 2 ഗോത്രങ്ങൾ. ഇസ്രായേലിൻ്റെ തലസ്ഥാനം ശമരിയ അല്ലെങ്കിൽ ശേഖേം, യഹൂദയുടെ തലസ്ഥാനം യെരുശലേം. ഇസ്രായേലിൽ 19 രാജാക്കന്മാർ 250 കൊല്ലം വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഭരണം നടത്തി. എന്നാൽ യഹൂദയിൽ 20 രാജാക്കന്മാർ ഒരൊറ്റ കുടുംബത്തിൽ നിന്ന്, ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് 300 വർഷത്തോളം ഭരണം നടത്തുന്നു. ഈ 2 രാജ്യങ്ങളും അടിമത്തത്തിലേക്ക് പോകുന്നു. ഇസ്രായേൽ അശ്ശൂരിൻ്റെ അടിമത്തത്തിലേക്കും യഹൂദ ബാബിലോണിയ അടിമത്തത്തിലേക്കും പിന്നെ പേർഷ്യൻ ആധിപത്യത്തിലേക്കും. അതിൽ നിന്ന് മടങ്ങി വരുന്ന കാര്യമാണ് എസ്ര, നെഹമ്യ പുസ്തകങ്ങളിൽ പറയുന്നത്. മടങ്ങി വരാതിരുന്ന ആളുകൾക്ക് നേരിട്ട ഭീഷണിയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലുള്ളത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും ദൈവത്തിൽ നിന്ന് വന്ന് ജനത്തെ പ്രബോധിപ്പിച്ചത്. അതുകൊണ്ട് പ്രവചന പുസ്തകങ്ങളും കാവ്യ പുസ്തകങ്ങളും ഈ ചരിത്രത്തിനകത്ത് കയറിപ്പോകും. അത് കാലഘട്ട ക്രമത്തിൽ വായിക്കുന്നതും പഠിക്കുന്നതും നല്ലതായിരിക്കും എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ആ തരത്തിൽ ഉത്സാഹത്തോടെ പഠിക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ ഗ്രഹിക്കുവാൻ ആത്മാവ് നിങ്ങളെ കുറേ കൂടി സഹായിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിന്ന് 1 രാജാക്കന്മാർ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ശലോമോനെ പരിചയപ്പെടുന്നതിനായിട്ട് ശ്രമിക്കാം. ഈ അധ്യായങ്ങളിൽ ദാവീദിൻ്റെ പുത്രനും ദാവീദിൻ്റെ പിൻഗാമിയുമായ ശലോമോൻ രാജത്വത്തിലേക്ക് വരുന്ന കാര്യമാണ് കാണുന്നത്. ശലോമോൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ദ ലാസ്റ്റ് കിങ് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം, ഏകീകൃത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവ്. അതുപോലെ തന്നെ ദേവാലയ നിർമ്മിതിക്ക് ദൈവം ഉപയോഗിച്ച രാജാവ്. ഈ 2 കാര്യങ്ങൾ ശലോമോനെക്കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കണം. ശലോമോൻ ജ്ഞാനിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ചില പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നമ്മുടെ വേദപുസ്തകത്തിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങൾ സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. അപ്പം 3 പുസ്തകങ്ങൾ എഴുതുവാൻ, സങ്കീർത്തനങ്ങളും ശലോമോൻ്റെ സങ്കീർത്തനം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ചില പുസ്തകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു ദാസനാണ് ശലോമോൻ. ഏകീകൃത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ രാജാവാണ്. അതുപോലെ തന്നെ ദാവീദിൻ്റെ പിൻഗാമിയാണ്. ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയായിട്ട് നിൻ്റെ ഗൃഹത്തിൽ ഒരുവൻ സിംഹാസനത്തിലിരിക്കുവാൻ ഉണ്ടാകാതിരിക്കുകയില്ല. അപ്പോൾ അത് തുടർന്നത് ശലോമോനിൽ കൂടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ശലോമോനെക്കുറിച്ച് പല ധാരണകളും പിശകുകളും ആളുകൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം അവസാന കാലമായപ്പോഴേക്കും ശലോമോൻ അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. അതുകൊണ്ട് ശലോമോന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയെങ്കിലും ശലോമോൻ്റെ ഭാവി എന്ത് എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ശലോമോൻ്റെ ഭാവി എന്തുമാകട്ടെ, നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് ആശങ്ക ആവശ്യം എന്നുള്ള കാര്യം ഓർക്കുക. കർത്താവ് തന്നെയും പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയാനാണ് പറഞ്ഞത്. ശലോമോനെ ഓർത്ത് ഒത്തിരി കരയണ്ട. ശലോമോൻ്റെ ലൈഫ് കഴിഞ്ഞുപോയി. അദ്ദേഹം നമുക്കൊരു പ്രബോധനം തരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ശലോമോനിൽ നിന്ന് എന്ത് പഠിക്കാൻ കഴിയും എന്നുള്ളത് നമ്മളുടെ പഠന വിഷയമായിരിക്കും. വാട്ട് ഡു യു ലേൺ ഫ്രം സോളമൻ റാദർ ദാൻ ഇവാലുവേറ്റിംഗ് സോളമൻ. ശലോമോനെ വിലയിരുത്തുന്നതാണ് എളുപ്പം. വിലയിരുത്തുന്നതിനേക്കാൾ പ്രധാനം അദ്ദേഹം നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു എന്നത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ജ്ഞാനിയാണെങ്കിലും ദൈവത്തോട് അടുത്തിരുന്ന ആളാണെങ്കിലും ഒക്കെ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഏത് നേരത്തും പിശാച് ആർക്കും വേണമെങ്കിൽ ഇടർച്ച ചെയ്യാം. ക്രിസ്തീയ ജീവിതം വളരെ ഗൗരവമായി കൃത്യതയോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ കരങ്ങൾ വെച്ച്
ശ്രദ്ധാപൂർവം പോകേണ്ട ഒരു ജീവിതമാണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുതെന്നും ശലോമോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ ശലോമോൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ആകുകയില്ല. അതുകൊണ്ട് അവസാനം പറയാതെ നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങിക്കളയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സുകൾ ശലോമോനെക്കുറിച്ച് പഠിക്കുവാൻ ഒരുക്കപ്പെട്ടു എന്ന് ഞാൻ കരുതിക്കൊണ്ട് ഒരുക്കമായിരുന്നു ഇത്രയും നേരം നിങ്ങൾ ഒരുങ്ങിയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ശലോമോനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നതിനായിട്ട് കർത്താവിൽ ശരണപ്പെടാം. ശലോമോൻ രാജാവ് ആകണം എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? നമ്മൾ ഒരു കാര്യം തിരുത്തണം, അല്ലെങ്കിൽ ഒരു കാര്യം ശരിക്ക് കാണണം. ശൗലിന് ശേഷം ശൗലിൻ്റെ മക്കൾ രാജാക്കന്മാരാകാൻ ശ്രമിച്ചെങ്കിലും ദൈവം അത് അനുവദിച്ചില്ല. കാരണം ദൈവത്തിന് ബോധിച്ച ഒരാളെ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദാവീദ് എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദാവീദിന് ശേഷം വേറൊരു കുടുംബത്തിൽ നിന്ന് ഒരാളെ എടുക്കാതെ ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ദാവീദിൻ്റെ മകൻ രാജസ്ഥാനത്തേക്ക് വന്നപ്പോൾ ഇത് തന്നെയല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞത്, ശൗലിൻ്റെ മോനും വേണ്ടതായിരുന്നു, ദാവീദിൻ്റെ മോനാകാമെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന് നിങ്ങളാരും ചോദിച്ചില്ല. ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുക. അങ്ങനെ ഒരു സംശയം നമ്മളുടെ ആരുടെയും മനസ്സിൽ വരാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ശലോമോൻ രാജസ്ഥാനത്ത് വന്നതെന്നുള്ളത് ആദ്യം അറിയണം. 1 ദിനവൃത്താന്തം 22-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. അതായത് ചിലപ്പോൾ ഒക്കെ ഞാൻ തന്നെ ഇവിടെ നമുക്ക് ശേഷം മക്കൾ ആണോ വരേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മക്കൾ വന്നുകൂടായികയൊന്നുമില്ല എന്നും നമ്മൾ ചിന്തിച്ചിരിക്കണം. ദൈവം തിരഞ്ഞെടുത്ത ആർക്കും വരാം, അല്ലേ? ആളാരായിരിക്കണം? ദൈവം തിരഞ്ഞെടുത്ത ആളായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ശലോമോൻ്റെ തിരഞ്ഞെടുപ്പും വരവും എങ്ങനെയായിരുന്നു? 1 ദിനവൃത്താന്തം 22-ന്റെ 9-10 വാക്യങ്ങൾ. എന്നാൽ നിനക്കൊരു മകൻ ജനിക്കും, അവൻ വിശ്രമ പുരുഷനായിരിക്കും. ഞാൻ ചുറ്റുമുള്ള അവൻ്റെ സകല ശത്രുക്കളെയും നീക്കി അവന് വിശ്രമം കൊടുക്കും. അവൻ്റെ പേര് ശാലോമോൻ എന്നായിരിക്കും. അവൻ്റെ കാലത്ത് ഞാൻ ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകും. അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും. അവൻ എനിക്ക് മകനായും ഞാൻ അവന് അപ്പനായും ഇരിക്കും. അപ്പോൾ ഇത് ആരുടെ തീരുമാനമാണ്? ഇറ്റ്സ് ഗോഡ്സ് ഡിസിഷൻ, ഇറ്റ്സ് ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഇഷ്ടം നിലനിൽക്കും, അതാർക്കും മാറ്റാനായിട്ട് കഴിയുകയില്ല. ശലോമോൻ രാജസ്ഥാനത്ത് വരണമെന്നും ആലയം പണിയണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനായിരിക്കണമെന്നും ഒക്കെ ദൈവം തന്നെയാണ് തീരുമാനിച്ചത് എന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ദൈവത്താൽ തന്നെയാണ് ശലോമോൻ ഈ സ്ഥാനം ലഭിച്ചതെന്നുള്ളത് നമുക്ക് തിരിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നാൽ 1 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെ. ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു. അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. എന്നാൽ ഹഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബത്ശേബയെ ചെന്ന് കണ്ട്, നിന്റെ വരവ് ശുഭമോ എന്ന് അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്ന് അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട് എന്ന് അവൻ പറഞ്ഞു. പറയുക എന്ന് അവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു, ഞാൻ വാഴേണ്ടതിന് ഇസ്രായേൽ ഒക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞു, എൻ്റെ സഹോദരന് ആയിപ്പോയി, യഹോവയാൽ അത് അവന് ലഭിച്ചു. ഞാനതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലാസ്റ്റ് വാക്യം മാത്രം, ലാസ്റ്റ് സെൻറ്റൻസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എന്തായിരുന്നു ലാസ്റ്റ് സെൻറ്റൻസ്? യഹോവയാൽ അതവന് ലഭിച്ചു. സോ ഹീ ഗോട്ട് ഇറ്റ് ഫ്രം ഗോഡ്. ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ദാറ്റ് സോളമൻ മസ്റ്റ് റൂൾ ആഫ്റ്റർ ഡേവിഡ്. ദാവീദിന് ശേഷം ഭരണസാരഥ്യത്തിലേക്ക് ശലോമോൻ വരണമെന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. അതല്ലേ ഇപ്പോൾ നമ്മൾ വായിച്ചത്? യഹോവയാൽ അതവന് ലഭിച്ചു. ആ സ്ഥാനം ശലോമോന് ലഭിച്ചത് ഇറ്റ് വാസ് ഫ്രം ഗോഡ്, ദൈവത്തിൻ്റെ തീരുമാനം ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം അധികാരത്തിൽ വന്ന ശലോമോനെ എങ്ങനെയാണ് അഭിഷേകം ചെയ്ത് ആ സ്ഥാനത്ത് ആക്കിയതെന്നുള്ളത് 1-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. അതിന് ദൈവം ഉപയോഗിച്ച ആളുകളും. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്നും തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവൻ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമൊക്കെയും അവൻ്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവരുടെ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിച്ചു. സോ സാദോക്ക് അനോയിൻറ്റഡ് ഹിം. സാദോക്ക് തൃക്കൂടാരം എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ടവുള്ള സ്ഥലത്ത് നിന്ന് അഭിഷേക തൈലം കൊണ്ടുവന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. ജനം രാജാവേ ജയ ജയ, ഗോഡ് സേവ് അവർ കിങ്, ഞങ്ങളുടെ രാജാവിനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവരത്യന്തം സന്തോഷിച്ചു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു, സാദോക്ക് പുരോഹിതൻ അഭിഷേകം ചെയ്തു, ജനം അംഗീകരിച്ചു, സന്തോഷിച്ചു. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പും രാജത്വവും വന്നതെന്നുള്ള കാര്യം ഓർക്കണം.
എന്നിട്ട് ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാഴ്ച ഉണ്ടായി എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1-ാം അധ്യായത്തിൻ്റെ 30, 39, 48 മാത്രം വായിക്കാം. 1:48. രാജാവ് തൻ്റെ കട്ടിനുമേൽ നമസ്കരിച്ചു. ഇന്ന് എൻ്റെ സിംഹാസനത്തിൽ എൻ്റെ സന്തതി ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദോനിയാവിന്റെ വിരുന്നുകാർ ഒക്കെയും ഭയപ്പെട്ട് എഴുന്നേറ്റു. മോളിലോർത്താൽ മതി, എൻ്റെ സന്തതി സിംഹാസനത്തിൽ ഇരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സംഗതി വരുത്തിയ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ. അപ്പോൾ ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ശലോമോനെ സിംഹാസനത്തിൽ ഇരുത്തി അത് ദാവീദിന് കാണാനുള്ള അനുഗ്രഹവും ദൈവം കൊടുത്തു. അപ്പോൾ അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം വ്യാപരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ കാണണം. നമ്മളുടെ എല്ലാ നിയമനങ്ങളിലും ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ല എന്ന് പുതിയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ഇറ്റ്സ് ഗോഡ്സ് അപ്പോയിൻമെൻറ്റ്. ദൈവത്തിൻ്റെ അധികാരമാണ്. ദൈവമാണ് ശലോമോനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദാവീദ് മരിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണാം. 1:48 നമ്മൾ ശലോമോൻ ദാവീദിന് പകരം രാജസ്ഥാനത്തേക്ക് വരുന്നതും ദാവീദ് സന്തോഷിക്കുന്നതുമായിട്ട് കണ്ടത്. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, പിന്നെ ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദിൻ്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും വായിച്ചതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. അപ്പം അടുത്ത രാജാവിനെ വാഴിച്ചതിന് ശേഷമാണ് ദാവീദ് തൻ്റെ പിതാക്കന്മാരോട് ചേരുന്നത്, നിദ്ര പ്രാപിക്കുന്നത്. ഓക്കെ. പിന്നെ നേരത്തെ തന്നെ ശലോമോൻ അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പരിശീലകൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പരിശീലിപ്പിക്കുവാനായിട്ട് ദൈവം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രവാചകനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പരിശീലനത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നുപോയി ഈ സ്ഥാനത്ത് എത്തിയതെന്നുള്ളതും. ബിക്കോസ് ഗോഡ് ട്രെയിൻസ് ഗോഡ്സ് അനോയിൻറ്റഡ് ലീഡേഴ്സ്. ദൈവത്തിന് നേതൃത്വത്തിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹമുള്ള ആളുകളെ ദൈവം നേരത്തെ തന്നെ എന്ത് ചെയ്യും? പരിശീലിപ്പിക്കും. അവരെ നേരത്തെ കണ്ടുപിടിച്ച് അവർക്ക് അഭിഷേകം കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് ദൈവം മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചേക്കും. തക്ക സമയമാകുമ്പോഴാണ് എടുത്ത് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 24, 25 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഒരു പരിശീലകൻ വന്ന് ഈ കുഞ്ഞിനെ ചെറുപ്പകാലം മുതൽ തന്നെ പരിശീലിപ്പിക്കുന്നതും അവന് പുതിയ പേര് കൊടുക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 24 and 25, 24, 25. യെസ്. പിന്നെ ദാവീദ് തൻ്റെ ഭാര്യയായ ബത്ശേബയെ ആശ്വസിപ്പിച്ച് അവളുടെ അടുക്കൽ ചെന്ന് അവളോട് കൂടെ ശയിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. അവന് ശലോമോൻ എന്ന് പേരിട്ടു. ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. അവന് ശലോമോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ സ്നേഹിച്ചു. യഹോവ അവനെ സ്നേഹിച്ചു. അവൻ നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു. അവൻ യഹോവയുടെ പ്രീതി നിമിത്തം അവന് യദിദ്യാവ് എന്ന് പേര് വിളിച്ചു. അപ്പം നാഥാൻ പ്രവാചകനെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനു നിയോഗിച്ചു? പരിശീലിപ്പിക്കുവാൻ. ടു ട്രെയിൻ ഹിം. സോ ഹി വാസ് ട്രെയിൻഡ് ആൻഡ് നർച്ചേർഡ് അണ്ടർ എ പ്രോഫറ്റ്. ഒരു പ്രവാചകൻ്റെ കീഴിൽ പരിശീലനം സിദ്ധിച്ച ഒരു ആത്മീയ അവബോധമുള്ള പുരുഷനായിരുന്നു ആര്? ശലോമോൻ. അതുകൊണ്ടാണ് ഇനി നമ്മൾ ശലോമോൻ രാജസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചു തുടങ്ങുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നതും ഒരു വരം ചോദിക്കാൻ പറയുന്നതും അതായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ശലോമോൻ താല്പര്യപ്പെടാൻ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ വളരെയധികം യാഗങ്ങൾ കഴിച്ചു. അപ്പോൾ യാഗം കഴിക്കാനൊക്കെ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് കിട്ടിയ പരിശീലനം. രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രവാചകനെ അയച്ച ദൈവം അവനെ പരിശീലിപ്പിച്ച് എടുത്തിരുന്നു. അങ്ങനെ നാഥാൻ പ്രവാചകൻ്റെ പരിശീലനത്തിന് കീഴിൽ നാഥാൻ പ്രവാചകൻ നമ്മുടെ ശലോമോൻ്റെ പിതാവായ ദാവീദിൻ്റെയും ഒരു പരിശീലകനായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അല്ലെങ്കിൽ ദാവീദിന് നാഥാൻ വരുന്നത് കണ്ടാൽ ഭയമാകും. എന്താ കാര്യം? എന്തെങ്കിലും കുഴപ്പം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ദൈവം പലപ്പോഴും ദാവീദിൻ്റെ തെറ്റുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് നിയോഗിച്ച പ്രവാചകനായിരുന്നു നാഥാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ദാവീദ് ഈ ആളെ തന്നെ എന്ത് ചെയ്തത്? തൻ്റെ മകനെ പരിശീലിപ്പിക്കാനായിട്ട്. കാരണം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നമ്മൾ പറയുന്നത് എനിക്കോ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ മോനെ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഞാൻ ആയതുപോലെ. പക്ഷേ ദാവീദ് തിരിച്ചാണ് ചിന്തിച്ചത്. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എൻ്റെ മോനെങ്കിലും ചെയ്യാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ ഒരു ആത്മീയ പരിശീലനം അവന് കൊടുത്തു കളയാം എന്ന് വിചാരിച്ചിട്ടാണ് നാഥാനെ നിയോഗിച്ചു എന്നുള്ള പദം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അവൻ യഹോവയ്ക്ക്
പ്രീതിയുള്ളവനായിരുന്നതുകൊണ്ട് അവനൊരു പേരും കൊടുത്തു. എന്തായിരുന്നു പേര്? യെദിദ്യാവ്. ഒരു പുതിയ പേരും കൊടുത്തു. അപ്പോൾ ശലോമോന് വേറൊരു പേരും കൂടെ ഉണ്ട്, യെദിദ്യാവ് എന്നാണ് പേര്. ആ പേരിൻ്റെ അർത്ഥം യഹോവയ്ക്ക് പ്രിയപ്പെട്ടവൻ, ദ ബിലവഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലാണ് യെദിദ്യാവ് എന്നുള്ള പേരും കൊടുത്തത്. അപ്പോൾ രാജസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ശലോമോൻ രാജസ്ഥാനത്തിലേക്ക് എത്തിയ കാലം മുതലുള്ള കാര്യങ്ങളാണ് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നും നമ്മൾ ദിനവൃത്താന്തത്തിൽ നിന്നും ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നുമൊക്കെ പെറുക്കി കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, ഈ രാജസ്ഥാനത്തേക്ക് വന്നയാൾ പരിശീലിപ്പിക്കപ്പെട്ട ആളും അതിനുള്ള യോഗ്യത, ആത്മീയമായിട്ടുള്ള യോഗ്യത ഉള്ള ആളുമായിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമുക്കിനി രാജാക്കന്മാരുടെ പുസ്തകം ഏതാണെങ്കിലും രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദാവീദ് മരിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നല്ലോ. വായിച്ച ഓർമ്മയുണ്ടോ? ദാവീദ് 2:10 എന്താ വായിച്ചത്? പിന്നെ ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു, ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അപ്പോൾ ഇനി ദാവീദിനെ കാണാനില്ല. ഇനി നമ്മൾ കാണുന്നത് ആരെയാണ്? ശലോമോനെയാണ്. ദാവീദിനെ ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കും, പക്ഷെ പുസ്തകത്തിൽ, ചരിത്രത്തിൽ, പിക്ചറിൽ ഇപ്പോൾ ആരില്ല. നോ മോർ ഡേവിഡ് ബട്ട് വി സി സോളമൻ. ദാവീദല്ല, ശലോമോനെയാണ് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ശലോമോൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, താൻ രാജസ്ഥാനത്തേക്ക് വന്ന സമയത്ത് തന്നെ താനൊരു ബാലനാണെന്നും തനിക്ക് കാര്യാദികൾ നടത്തുവാനായിട്ട് പ്രാപ്തിയില്ലെന്നും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഇല്ലെങ്കിൽ തനിക്ക് ഈ വലിയ ഭാരം വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ലെന്നുള്ളൊരു വിനയബുദ്ധിയും ദൈവത്തിലുള്ളൊരു ആശ്രയത്വവും ഉണ്ടായിരുന്നു എന്നുള്ളത് ക്ലിയർ. അതുകൊണ്ട് 3:7 വായിച്ചാൽ, എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ സോളമൻസ് പ്രയർ ഫോർ വിസ്ഡം എന്നായിരിക്കും പുസ്തകത്തിലൊക്കെ സബ് ടൈറ്റിൽ ഇട്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം വീണ്ടും നിങ്ങൾ നോക്കിയാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി. അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. എത്ര ഹോമയാഗം? 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. ഞാനിതൊരു സ്ഥലത്ത് പഠിപ്പിച്ചപ്പോൾ അന്നേരത്തെ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ ഒരു കുട്ടി ചോദിച്ചു, ദൈവം എനിക്കും പ്രത്യക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു. പ്രത്യക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞൊരു 1000 ഹോമയാഗം കഴിച്ചു നോക്കാൻ പറഞ്ഞു. 1000 ഹോമയാഗം കഴിച്ചു നോക്കിയാൽ, കാരണം ഇവിടെ ശലോമോന് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ്? 1000 അല്ല, 1000 സ്തോത്രയാഗം അർപ്പിച്ചാലും മതി. അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരബലമെന്ന ആരെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടോ? 1000 എണ്ണം ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടാവുമോ? എല്ലാം കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ 1000 എണ്ണം വരുമോ എന്നൊരു സംശയമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രത്യേക സന്ദർഭത്തിൽ തന്നെ ശലോമോൻ എന്ത് ചെയ്തു? 1000 ഹോമയാഗം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ തന്നെ അർപ്പിക്കണമെന്നും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഴമായ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ പോയി ദൈവം പ്രത്യക്ഷപ്പെടണം. നമ്മൾ രാവിലെ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ദൈവത്തെ അന്വേഷിച്ചാൽ, അപ്പോൾ അവൻ വാസ്തവത്തിൽ വാട്ട് വാസ് ഹി ഡൂയിങ്? ഹി വാസ് സീക്കിംഗ് ദ ഫേസ് ഓഫ് ദ ലോർഡ്. അവൻ ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊരു ബോധം ഉണ്ടായിരുന്നു? നമുക്ക് ഇന്ന് രാത്രി എങ്ങാണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരം വേണം ചോദിച്ചോളുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 2 ദിവസം സമയം വേണം, ആലോചിക്കാനുണ്ട്. 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും ചോദിക്കുമായിരിക്കും. അല്ലെങ്കിൽ പിള്ളേരൊക്കെ വല്ലാണെങ്കിൽ പറയും ഡാഡിയോടും കൂടെ ചോദിച്ചിട്ട് നാളെ പറയാം. ഭാര്യയാണെങ്കിൽ പറയും ഭർത്താവിനോടും കൂടെ, ഭർത്താവാണെങ്കിൽ പറയും ഞങ്ങൾക്ക് ഒരുമിച്ച് ആലോചിക്കാനുണ്ട്. ശലോമോൻ ഈ ഗതികേട് വല്ലതും ഉണ്ടായോ? പ്ലീസ് തിങ്ക്. എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല. വൈ? ബിക്കോസ് എന്തുകൊണ്ടാണ് യാഗം കഴിച്ചതെന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് വളരെ ക്ലിയർ ആയിരുന്നോ? ഇപ്പം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ പൊതുവെ ധരിച്ച് വെച്ചിരിക്കുന്നത് ചുമ്മാതെ ഒരു ദിവസം രാവിലെ ദൈവം ശലോമോൻ അങ്ങനെയാണോ? അപ്പോൾ ആ ധാരണകളൊക്കെ തന്നെ മാറണം. ഇതിനൊരു പാരലൽ പാസേജ് ഉണ്ട്. ഇതേ സംഭവം നമ്മൾ 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വായിക്കണ്ട, എവിടെയെങ്കിലും കുറിച്ചിട്ടാൽ മതി. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ.
ഈ രണ്ട് പാസേജും കൂടെ എടുത്ത് വെച്ച് വായിച്ചാൽ ഈ രണ്ടും ഒരേ കാരണം ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെ വേറൊരു ആംഗിളിൽ നിന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഫോക്കസിലിരിക്കുന്നത് ത്രോണാണെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഫോക്കസിലിരിക്കുന്നത് ആലയമാണ്. അപ്പോൾ ആലയബന്ധിതമായിട്ട് കാര്യങ്ങൾ അവിടെ പറയുന്നേ ഉള്ളൂ. ഈ സംഭവം ഒരു കീ ഇവൻ്റ് ആയതുകൊണ്ട്, ശലോമോൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം ആയതുകൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലും ഉണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഉണ്ട്. അത് എവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ, ശലോമോൻ ദൈവത്തെ അന്വേഷിച്ചു, ദൈവമുഖം അവൻ അന്വേഷിച്ചു, ദൈവത്തിൻ്റെ ആലോചന അന്വേഷിച്ചു എന്നുള്ള കാര്യമെങ്കിലും അറിയണം. 1000 ഹോമയാഗം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന് ദൈവത്തിൻ്റെ ആലോചന വേണം. ദൈവം ഉത്തരം അരുളുന്നത് വരെ, ദൈവം എനിക്ക് ദൈവത്തിൻ്റെ ആലോചന തരുന്നത് വരെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് അപ്പനിൽ നിന്ന് പഠിച്ചതായിരിക്കും ചിലപ്പം. കാരണം ശലോമോൻ്റെ പിതാവായ ദാവീദ് പറയുന്നുണ്ട് അല്ലേ, അവൻ്റെ മനോഹരത്വം കാണുന്നത് വരെ ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല. ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ്റെ ആലയത്തിൽ അവൻ്റെ ഒരു ദാസനായിട്ട് ഇരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിച്ചാൽ ഈ ആഗ്രഹം വെളിപ്പെട്ട് വരുന്നത് കാണാൻ സാധിക്കും. മകനിലും ഈ അപ്പനെ കണ്ട, അപ്പൻ്റെ രീതികൾ കണ്ട മകനിലും, മകനെ പുരോഹിതനാക്കിയത് നമ്മൾ നേരത്തെ ഒരു വാക്യം വായിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മക്കളെയെല്ലാം പുരോഹിതന്മാരാക്കാൻ ദാവീദ് ആഗ്രഹിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു പരിശീലനത്തിൽ കൂടി കടന്നു വന്നതുകൊണ്ട് ദൈവമുഖം ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൻ്റെ മുമ്പിൽ തന്നെ രാജാവാക്കിയപ്പോൾ കിട്ടിപ്പോയി എന്നല്ല വിചാരിച്ചത്. പലരുമാണ് വിചാരിച്ചതിനേയും ഞാൻ എത്ര നാളായി അപ്പനൊന്ന് മരിച്ചിട്ട് ഈ കസേര എന്ന് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും മരിച്ചു, പ്രൈസ് ദി ലോർഡ്, ഈസ് മൈ ടേൺ എന്ന് ചിന്തിച്ചേനെ. പക്ഷെ ശലോമോൻ അങ്ങനെ അല്ല ചിന്തിച്ചത്. അവിടെയൊക്കെ നമ്മൾ ശലോമോനെ കാണണം. അദ്ദേഹം ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു. ദൈവം തീർച്ചയായിട്ടും വെളിപ്പെട്ടിട്ട് ചോദിച്ചു, എന്ത് കാര്യത്തിലാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്? നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? 6-ാം വാക്യം. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പിൽ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ കോണ്ടെക്സ്റ്റ്? അവൻ്റെ മനസ്സിലിരിക്കുന്ന ചിന്ത വെളിപ്പെട്ട് വരുന്നില്ലേ? വരം വേണം ചോദിച്ച ഉടനെ ഇന്ന വരം വേണമെന്നും അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിന്റെ ദാസനായ ദാവീദ് അവൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥത്തോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നു, അതുകൊണ്ട് നീ അവന് വലിയ കൃപ ചെയ്തു. ആ കൃപയ്ക്ക് സോ വാട്ട് ഐ ആം നൗ ഈസ് ബൈ ഗ്രേസ്. ഇപ്പം ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്നത് ഒരു കൃപാവരമാണ്. ഈ രാജാവായിട്ട് എന്നെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത് എൻ്റെ കൃപാവരമാണെന്ന്. ഒരു കൃപാവരം ദൈവം എനിക്ക്, ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദാനം എനിക്ക് നൽകിയിരിക്കുകയാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട്, എത്ര പത്രോസ് പറയുന്നത് പോലെ വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പോൾ എനിക്ക് തന്ന ഈ കൃപ ഏത് തരത്തിലാണ് ഞാൻ ശുശ്രൂഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നിശ്ചയമില്ല. ഞാനൊരു ബാലനാണ്. അടുത്ത വാക്യം, 7-ാം വാക്യം. എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനൊരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായി നിന്റെ ജനത്തിന്റെ മധ്യ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിനെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിനെ ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഈ കാര്യം ശലോമോൻ ചോദിച്ചത് കർത്താവിന് പ്രസാദമായി എന്നാണ് അടുത്ത ലൈനിൽ എഴുതിയിരിക്കുന്നത്. അവൻ ചോദിച്ച ചോദ്യം കർത്താവിന് പ്രസാദമായി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കർത്താവും ഇത് തന്നെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കാരണം ഒരു സദൃശ്യവാക്യം ആരെക്കൊണ്ട് എഴുതിക്കണം, ഒരു സഭാപ്രസംഗി ആരെക്കൊണ്ട് എഴുതിക്കണം, ഉത്തമഗീതം ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന പുസ്തകമാണ്. അതിൽ ആലോചനകളും ആശയങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പേന മാത്രം മതിയായിരുന്നു. അപ്പോൾ ഏത് പേന കൊണ്ട് ഉത്തമഗീതം എഴുതണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഇവിടെ ഒരു പേന റെഡിയായിരിക്കുകയാണ്. ആ പേനയുടെ പേരാണ് ശലോമോൻ. അപ്പോൾ ശലോമോൻ ഈ കാര്യം ചോദിച്ചത് ദൈവത്തിന് സന്തോഷമായി, പ്രസാദമായി. എന്താണ് അദ്ദേഹം ചോദിച്ചത്? ശലോമോൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ബാലനാണ്, എനിക്കൊന്നും അറിയില്ല, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ശലോമോൻ ചോദിച്ചത്? നിങ്ങളിപ്പോൾ ജ്ഞാനം വിവേകം എന്ന് പറയും എന്നെനിക്കറിയാം.
അത് പറയാതിരിക്കാൻ ഞാൻ ഇടപെട്ടതാണ്. എന്താ ശലോമോൻ ചോദിച്ചത്? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു തരണം. ഐ ഡോണ്ട് നോ, പ്ലീസ് ടെൽ മീ ലോഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ഈ ജ്ഞാനം വിവേകം എന്നുള്ളതിന് ചില പരിഭാഷകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗിവ് മീ എ ഹിയറിംഗ് ഹാർട്ട്, ഗിവ് മീ എ ഹിയറിംഗ് ഹാർട്ട്, എൻ്റെ ഹൃദയത്തിന് 2 ചെവി വെച്ച് പിടിപ്പിക്കണമേ. മറ്റേതിപ്പോൾ നിങ്ങളെല്ലാവരും ഒറ്റ ശാസ്ത്രം പറയാനിരിക്കുകയാണ്. ജ്ഞാനവും വിവേകവും. എന്താണ് ഈ ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ? ദൈവം പറയുന്നത് കേൾക്കാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം. നമ്മുടെ എല്ലാം വ്യഗ്രത എന്താണ്? ദൈവത്തോട് എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്, ദൈവം ഒന്ന് കേൾക്കണം, അല്ലേ? എന്നെ പിടിച്ച് ഈ രാജസ്ഥാനത്തിരുത്തി ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാം, നീ അതിനെയൊക്കെ അനുഗ്രഹിച്ച്. നിങ്ങളിപ്പോൾ എന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു, അല്ലേ? നമ്മുടെ ഒരു സ്റ്റാൻഡ് പലപ്പോഴും അങ്ങനെയാണ്. ഇതെങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇനി പോരെങ്കിൽ മന്ത്രിസഭയുണ്ട്, അവർ ബഡ്ജറ്റൊക്കെ അടുത്ത ആഴ്ച അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഞങ്ങൾ ആലോചിച്ച് പറയാം. കർത്താവ് എന്ത് ചെയ്യണം? ഞങ്ങൾ ബഡ്ജറ്റിന് മുമ്പ് ഒരു മൗന പ്രാർത്ഥനയും ഒരു ഉറക്ക പ്രാർത്ഥനയും കാണും. ദൈവം അതിനെ അനുഗ്രഹിച്ച് നടപടിയാക്കി തരണം, അല്ലേ? GST ഏർപ്പെടുത്തണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഞങ്ങൾ തീരുമാനിച്ച് അങ്ങോട്ട് പറയാം, അതിങ്ങോട്ട് ശരിയാക്കി തരണം. ഇങ്ങനെയല്ലേ പറയാറ്? എനിക്കങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ശലോമോൻ പറയുന്നത് അങ്ങനെയല്ല. കർത്താവെ, ഞാൻ ഒരു പയ്യൻസാണ്, നമ്മുടെ ഭാഷയെ നാട്ടുഭാഷയെ പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. വല്ലതൊക്കെ പറഞ്ഞു തന്നാൽ അതുപോലെയൊക്കെ ഞാൻ ചെയ്തോൾ. അതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. മനസ്സിൽ ദൈവത്തെ ഉപദേശിക്കാൻ നിൽക്കുന്നില്ല, ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുവാൻ തയ്യാറായി. ഹിയറിംഗ് ഹാർട്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ മതി. ജ്ഞാനവും വിവേകമുള്ള ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ദൈവം പറയുന്നത് കേൾക്കാൻ സന്നദ്ധതയുള്ള ഒരു, അതാണല്ലോ ഈ 1000 ഹോമയാഗമൊക്കെ അർപ്പിച്ചത്. ദൈവം പറഞ്ഞിട്ട് വേണം, ദൈവാലോചന കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് തുടങ്ങാൻ. അല്ലാതെ എനിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ പരിശീലകൻ നാഥാൻ അവിടെയുണ്ട്, ഇല്ലേ? എന്നെ അഭിഷേകം ചെയ്ത സാധോക്ക് അങ്ങേപ്പുറത്തുണ്ട്. ആലോചന വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ ആരവിടെ? രാജാവാണ്. ആരവിടെ എന്ന് ചോദിച്ചപ്പം സാധോക്ക് അല്ലെങ്കിൽ ഒരു പടൻ പ്രവേശിക്കുന്നു. നാഥാൻ എവിടെ? നാഥാൻ വരികയല്ലേ? വരും. ഈ കാര്യത്തിൽ ദൈവാലോചന എന്താണെന്ന് ചോദിച്ചിട്ട് വരണം, ഇല്ലെങ്കിൽ തല നാളെ കാണുകയല്ല എന്ന് പറഞ്ഞാൽ രാജാവാണ്. പിന്നെ ഇനി അങ്ങനെ പറഞ്ഞതിൽ വല്ല തെറ്റുപറ്റിപ്പോയെങ്കിൽ സാധോക്ക് എവിടെ? പകരം ഒരു പ്രായശ്ചിത്ത യാഗം കഴിച്ചേരെ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയല്ലേ? അങ്ങനെ അധികാരം കൈയാളാൻ ശലോമോൻ തുനിയുന്നില്ല. അവിടെയാണ് നമ്മൾ ശലോമോനെ കാണേണ്ടത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സദൃശം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി താഴ്ന്നിറങ്ങി വരുന്ന യേശുക്രിസ്തുവിൻ്റെ താഴ്മ ഈ ഹൃദയത്തിലും വ്യാപരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നതും പറഞ്ഞു കേൾപ്പിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ ഇല്ല. ഈ ഒരു വിനയത്തോടെ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം അത് വളരെ ഇഷ്ടപ്പെടുന്നു. ദൈവം അവന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാനായിട്ട് തുടങ്ങി. ഇനി ബാക്കി വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവാലോചന അനുസരിച്ച് രാജ്യം ഭരിക്കുവാൻ ഒരു വിനയബുദ്ധിയുള്ള ഹൃദയം ശലോമോന് ഉണ്ടായി. അത് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ദൈവം ചോദിച്ചാൽ വല്ലതൊക്കെ തരുമോ? നമുക്ക് പുതിയ നിയമത്തിൽ നിന്നൊരു നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സിൽ ഇങ്ങനെ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ തരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തരുമെന്നേ നിങ്ങൾ പറയുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ട് തെറ്റൊന്നും പറയിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് യഹോവയ്ക്കായി കാത്തിരുന്ന ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല. അതൊക്കെ അപ്പനിൽ നിന്ന് മോൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാക്ടിക്കലി നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ജീവിത സാഹചര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നാം എന്താ സാധാരണ ചെയ്യാറ്? യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം 1-2 വാക്യങ്ങൾ വായിക്കുന്നത് നന്നായിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 13, 15, 17 വാക്യങ്ങൾ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആര്? അപ്പോൾ നമുക്കും ശലോമോന്മാരാകാൻ സാധിക്കും. എന്ത് ചെയ്യണം? 15-ാം വാക്യം. അത് ഉയരത്തിൽ നിന്നുള്ള വരുന്ന ജ്ഞാനമല്ല, വായിച്ചോ, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. അപ്പോൾ 2 തരം വിസ്ഡം
അവൈലബിൾ ഇൻ ദ വേൾഡ്, അല്ലേ? നമുക്ക് ഈ ലോകത്തിൽ 2 തരം ജ്ഞാനം ലഭ്യമാണ്. ഒന്ന് ഉയരത്തിൽ നിന്ന് വരുന്നത്, ഫ്രം ഗോഡ്. മറ്റേത് ഭൗമികം, പ്രാകൃതം, പൈശാചികം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രോബ്ലത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രായമുള്ളവരോട്, അറിവുള്ളവരോട്, അല്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിപ്പോയി, ഇൻ്റർനെറ്റിനോട്, അല്ല. ഇപ്പോൾ നമുക്ക് ഏത് കാര്യം അറിയണമെങ്കിലും ആരോട് ചോദിച്ചാൽ മതി? ഒരു തോണ്ട് കൊടുത്താൽ മതി. ടച്ച് സ്ക്രീൻ എടുത്ത് ഒരു തോണ്ട് കൊടുത്താൽ ഏത് കാര്യത്തെക്കുറിച്ചും, നിങ്ങൾക്ക് ഇൻ്റർനെറ്റും ടച്ച് സ്ക്രീനും ഒന്നും ഇല്ലാത്ത ആളിലാന്ന് തോന്നിയിരിക്കുന്നത് കണ്ടിട്ട്, നമുക്ക് ഏത് കാര്യത്തിൻ്റെ സംശയ നിവാരണത്തിനും, ഇപ്പം ഞാനീ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം തന്നെ 1000 തരത്തിൽ അറിയണമെങ്കിൽ എങ്ങോട്ട് പോയാൽ മതി? നെറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും മെനക്കെട്ട് ദൈവത്തോട് ചോദിക്കാൻ പോയി എപ്പോൾ എന്ന് കിട്ടുമെന്ന് എങ്ങനെ അറിയാം? ഇനി 1000 ഹോമിയോ കഴിച്ച് ഉത്തരം കിട്ടുന്ന കാലത്തേക്ക് ചിലപ്പോൾ പ്രശ്നം തീർന്നിരിക്കും. അതുകൊണ്ട് 2 ടച്ച് സ്ക്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത്, അത് പ്രാകൃതം, പൈശാചികം, ഭൗമികം, 3 പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ജ്ഞാനം, ഇറ്റ് ഈസ് എർത്ത്ലി, ഇറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് ഇറ്റ് ഈസ് ഡബിളിഷ്. അപ്പോൾ അങ്ങനെ ഒരു ജ്ഞാനത്തിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ബട്ട് ദർ ഈസ് അനദർ വിസ്ഡം വിച്ച് ഈസ് കമ്മിങ് ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. 17-ാം വാക്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളത്, കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പം മറ്റേത് ഇതെല്ലാം ഉള്ളതാണെന്നും കൂടി വിചാരിച്ചോളൂ. ഏതാ? ഭൗമികം, പ്രാകൃതം, പൈശാചികം. അപ്പം നോർമലി പീപ്പിൾ ട്രസ്റ്റ് ഓൺ എർത്ത്ലി വിസ്ഡം, കാരണം ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നാച്ചുറൽ വിസ്ഡം ആൻഡ് അത് രണ്ടും വലിച്ചില്ലെങ്കിൽ ഒക്കൾട്ട്, കൂടോത്രം, മന്ത്രവാദം, അതിനൊന്നും പോകരുതെന്ന് ദൈവം ഈ ജനത്തെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ നാട്ടിൽ വലിയ വലിയ സംഭവങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലും അതിൻ്റെ പിന്നിലൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ഒക്കൾട്ട് പവേഴ്സ്. അതാണ് ഈ പറഞ്ഞത്, നാച്ചുറൽ, സ്വാഭാവികമായിട്ടുള്ളത്, എർത്ത്ലി, ഭൗമികമായിട്ടുള്ളത്, ആൻഡ് ഈവൻ ഡെവിളിഷ്, പൈശാചികം. എന്നാൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട്, അല്ല മറ്റേതുള്ളത് കൊണ്ടാണ് ഇതുണ്ടായത്, പിശാചാരാണ്, അനുകരണ വീരനാണ്. ഉയരത്തിൽ നിന്ന് ജ്ഞാനം വരുന്നത് കൊണ്ട് ഇങ്ങേരിപ്പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കും ഉയരത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. പക്ഷെ ഹൈറ്റ് കുറവുണ്ട് കേട്ടോ, ഹൈറ്റ് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇഫ് യു ലിഫ്റ്റ് യുവർ ഐസ് അപ്പ്, തീർച്ചയായിട്ടും അവൻ എനിക്ക് ഉയരത്തിൽ നിന്ന് ഉത്തരമരുളും. യഹോവയെ കാത്തിരുന്ന ഒരുത്തനും. അപ്പോൾ നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഏത് കാര്യത്തിൻ്റെയും മുമ്പിൽ വേണം. അത് ശലോമോൻ ചോദിച്ചതാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതെന്താണെങ്കിലും ഞാൻ അനുസരിച്ചോളാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ശലോമോൻ്റെ സ്പെയർ ടൈമൊക്കെ ആരുമായിട്ട് ചിലവഴിച്ച് കാണും? ശലോമോൻ ഒത്തിരി ടൈം സ്പെയർ കിട്ടി കാണും. ആ ടൈമൊക്കെ ആരുമായിട്ട് ചിലവഴിച്ച് കാണും? ഈ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഗോഡ്. നമുക്കും കൊള്ളാവുന്ന ഒരു നല്ല എക്സാമ്പിളാണ്. നമ്മുടെ സമയത്തിൻ്റെ ഒരു നല്ല ഭാഗം ആരുമായിട്ട് ചിലവഴിക്കണം? ടി വി കണ്ടും ഇൻ്റർനെറ്റിൽ കയറിയും പിള്ളേരുടെ കൂടെ കളിച്ചും സ്ഥലങ്ങൾ കണ്ടും ഒക്കെ കളയുന്നതിനേക്കാൾ എവിടെ പോകണം? യു സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. അത് ഏറ്റവും മനോഹരമായ സമയമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ മാധുര്യം അറിയാം. കർത്താവുമായിട്ട് ഞാനൊരു മധുര സമ്പർക്കത്തിൽ ഏർപ്പെട്ടു, അല്ലേ? അങ്ങനെ മധുര സമ്പർക്കത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് ഇസ്രായേലിനൊരു മധുര ഗായകനുണ്ടായത്, അല്ലേ? ഒരു മധുര സമ്പർക്കം, ഞാൻ അവനുമായി മധുര സമ്പർക്കം ചെയ്ത് ദേവാലയത്തിൽ കടന്നത് ഞാൻ ഓർക്കുന്നു. അവിടെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മധുര ഗാനം ദൈവാവിൻ്റെ ഹൃദയത്തിൽ. എന്നിട്ട് ദാവീദ് പറയാണ്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടുപുസ്തകം നോക്കി പാടുന്നു, ഞാൻ അവന് ഒരു പുതിയ പാട്ട് പാടുന്നു. അതുകൊണ്ട് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ. അല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ നമ്മൾ വായിക്കുന്നത്, ജയിച്ചവർ കുഞ്ഞാടിൻ്റെ മുമ്പിൽ വീണകൾ പിടിച്ചുകൊണ്ട് എന്ത് പാട്ട് പാടി? പുതിയ പാട്ട് പാടി. പഴയ പാട്ടല്ല, അവരൊരു പുതിയ പാട്ട് പാടി, അവരൊരു ജീവനുള്ള പാട്ട് പാടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശലോമോൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനായിട്ട് കാത്തിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഓൾവേസ് ബെറ്റർ ടു വെയിറ്റ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച്, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ചിലപ്പോൾ ആഹാരം കഴിക്കാൻ കാണുകയില്ല, പക്ഷേ നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ ഒരു ഏലിയാവിനെ കാണുന്നുണ്ട്. അവൻ ദൈവത്തിന് ആലോചനയ്ക്കായിട്ട് നിന്നതുകൊണ്ട് അവൻ മഴയുടെ കാര്യം പറയാൻ രഥത്തിൻ്റെ മുമ്പിൽ ഓടി. എത്ര ദിവസം ആഹാരം കഴിക്കാതെ ഇരുന്നിട്ടാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഹി ഡിഡ് നോട്ട് ഈറ്റ് ഫോർ സെവറൽ ഡേയ്സ്, അല്ലേ? ബട്ട് ഹി വാസ് ഏബിൾ ടു റൺ ബിഫോർ ദ ചാരിയറ്റ്.
ഒരു കുതിരയുടെ മുമ്പിൽ മത്സരിച്ചോടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ശക്തി വേണം? അത് തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുവാൻ, അവൻ്റെ ആലോചന നമ്മളിലേക്ക് വരുവാൻ നാം കാത്തിരിക്കണം. ശലോമോൻ അങ്ങനെ കാത്തിരുന്നതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്. ശലോമോൻ ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായി എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ശലോമോൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്? നമുക്ക് മുമ്പോട്ട് പോകാം. വാട്ട് ഈസ് സോളമൻസ് വിസ്ഡം? ശലോമോൻ്റെ ജ്ഞാനം എന്താണ്? ശലോമോൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സദൃശ്യവാക്യങ്ങൾ എഴുതി, അല്ലേ? ഉത്തമഗീതം രചിച്ചു, സങ്കീർത്തനം എഴുതി, സദൃശ്യവാക്യങ്ങൾ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ്. 4-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും. ജ്ഞാനവും ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ എപ്പോഴേലും പഠിക്കാം. കടൽക്കരയിലെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ്വ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. എന്ത് മനസ്സിലായി? പൂർവ്വ ദിഗ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ കൺട്രീസിലുള്ളവർക്കാണ് ഫിലോസഫിയും സയൻസും നോളജും ഒക്കെ ഉള്ളത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം വെസ്റ്റിലാണ്. അതിപ്പോഴത്തെ കാര്യമാണ്. പക്ഷേ ഇൻ ഓൾഡൻ ഡേയ്സ് ഓൾ വിസ്ഡം കെയിം ഫ്രം ഈസ്റ്റേൺ കൺട്രീസിലാണ്. മതങ്ങളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പം നിങ്ങളും ധരിച്ചു വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി ഒക്കെ സായിപ്പിൻ്റെ മതമാണെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഈസ് ക്രിസ്ത്യാനിറ്റി എ യൂറോപ്യൻ, എ വെസ്റ്റേൺ വേ ഓർ തോട്ട്? നോ, ഇറ്റ്സ് ഈസ്റ്റേൺ. അപ്പോൾ പൂർവ്വ ദിഗ്വാസികളാണ്. അല്ല, യേശു ജനിച്ചപ്പോൾ എവിടെ നിന്നാണ് ആളുകൾ വന്നത്? കിഴക്ക് നിന്നാണ് വന്നത്, പടിഞ്ഞാറ് നിന്നല്ല കേട്ടോ. അമേരിക്കയിൽ നിന്നല്ല വന്നത്, കിഴക്ക് നിന്നാണ് വന്നത്. അപ്പം കിഴക്കൻ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാർ ഒരുപാടുണ്ടായിരുന്നു. അവരുടെ പാണ്ഡിത്യത്തെക്കാളും പിന്നെ ഇതുണ്ടായിരുന്നത് മിസ്രൈമിലാണ്. മിസ്രൈമിൽ മോശയുടെ കാലഘട്ടത്തിൽ നമ്മളെ പുസ്തകത്തിൽ തന്നെ കുറച്ച് ഇൻസൈറ്റ് ഉണ്ട്. മന്ത്രവാദികളും അതുകൊണ്ടാണ് മോശ മിസ്രൈമിലെ സകല ജ്ഞാനവും വിദ്യയും അഭ്യസിച്ചവനായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു ജ്ഞാനവും. എന്നാൽ ശലോമോൻ്റെ ജ്ഞാനവും വിദ്യയും ഇതിനേക്കാളൊക്കെ അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സകല മനുഷ്യരെക്കാളും 31 സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏതാൻ, മഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദഗ്ധ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. നമുക്ക് അവരാരെയും പരിചയമില്ല, ഇവരാരാണെന്ന് പോലും അറിയാൻ പാടില്ല. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. 1 മിനിറ്റ്. അവര് പണ്ട് കാലത്തെ ഈ കാലഘട്ടത്തിലെ ഭയങ്കര ജ്ഞാനികൾ ആയിരുന്നു. ആ ലോകത്തിൽ അവരൊക്കെ അറിയപ്പെടുന്നവരായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തകന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും അറിയുന്നത് പോലെ അറിയപ്പെട്ടിരുന്ന വ്യക്തികളുടെ കുറേ പേരുടെ പേരാണ് അവിടെ പറഞ്ഞത്. അവരെക്കാളെല്ലാം ശലോമോൻ ജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് അവൻ 3000 സദൃശ്യവാക്യം പറഞ്ഞു. നമുക്ക് 3000 കിട്ടിയിട്ടുണ്ടോ? വീട്ടിൽ പോയി എണ്ണി നോക്കണം കേട്ടോ. സദൃശ്യവാക്യം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാം. നമുക്ക് 3000 കിട്ടിയിട്ടില്ല, 1000 ചില്ലുവാനുമേ കിട്ടിയിട്ടുള്ളൂ. 3000 സദൃശ്യവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. എത്ര ഗീതം നമുക്ക് കിട്ടിയിട്ടുണ്ട്? ഒരു ഉത്തമഗീതം കിട്ടിയിട്ടുണ്ട്. പിന്നെ ലെബനോനിലെ ദേവദാരു മുതൽ, അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. എപ്പാർട്ട് ഫ്രം വാട്ട് ഹി കോൺട്രിബ്യൂട്ടഡ് ഇൻ ദി ബൈബിളിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ചില പുസ്തകങ്ങളെക്കുറിച്ചാണ് ആകെ നമുക്ക് അറിവുള്ളത്, അല്ലേ? സദൃശ്യവാക്യം പറഞ്ഞു, ഗീതങ്ങൾ രചിച്ചു, സങ്കീർത്തനം എഴുതി. ഞാനും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ എപ്പാർട്ട് ഫ്രം ദാറ്റ് പിന്നെന്തായിരുന്നു? ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെ കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ബോട്ടണി ആൻഡ് സുവോളജി, അല്ലേ? ലൈഫ് സയൻസ് ഇപ്പോൾ അങ്ങനെ പറയുന്നത്. ലൈഫ് സയൻസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്, രണ്ടും കൂടെ ചേർത്ത്, അല്ലേ? എല്ലാ ജീവശാസ്ത്രങ്ങളെക്കുറിച്ചും ലോകത്തെ പഠിപ്പിച്ചത് ആരായിരുന്നു? നിങ്ങൾക്കൊരു ഒരു ഓസ്മോസിസ് സിദ്ധാന്തവും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വലിച്ചെടുക്കുന്നതും പുറത്തു വിടുന്നതും പണ്ട് സ്കൂളിൽ പഠിച്ച കാര്യം ഓർക്കുന്നില്ലേ? ഇപ്പം ഞാനതിൻ്റെ ഇക്വേഷൻ വല്ലതും ചോദിക്കും. ഞാൻ ചരിത്രമാണ്, എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല, എങ്കിലും പണ്ട് സ്കൂളിൽ പഠിച്ച് ഓർമ്മ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒത്തിരി സിദ്ധാന്തങ്ങൾ ഈ പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ഇല്ലേ? അനാറ്റമി, ഫിസിയോളജി, ഈ സംഗതികളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളത് എങ്ങനെ നമുക്ക് പിടികിട്ടിയത്? ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ മറന്നു. സ്പെയർ ടൈമിൽ ശലോമോൻ ഒരു നോട്ട്ബുക്കും കൊണ്ടിരുന്ന് കാണും. കർത്താവെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. എനിക്കൊരു ക്യൂരിയോസിറ്റി, ഈ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആനിമൽസും മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത് കാണും, മാംസങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, ബ്ലഡ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, ലെറ്റ് മീ ലേൺ മോർ. സോ വാട്ട് അബൌട്ട് ദിസ് പർട്ടിക്കുലർ ആനിമൽ, വാട്ട് അബൌട്ട് ദിസ് ഹ്യൂമൻ ബീയിങ്? ഇങ്ങനെയൊക്കെ ശലോമോൻ ചോദിച്ചു കാണും.
ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ല ബൈബിൾ പഠിക്കുമ്പോൾ ഇച്ചിരി ഇമാജിനേഷൻ വേണമെന്ന്. അത് പലരും ഉപയോഗിക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ വാക്യം വായിച്ചിട്ട് തന്നെ ഒരു പിടിയും കിട്ടാത്തവരും വായിക്കാത്തവരും ചിലപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടാവും. അപ്പം ആൻഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് പ്ലാൻസ് ആൻഡ് ദർ ആർ എത്ര മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് അല്ലേ നമ്മളിതുവരെ കണ്ടുപിടിക്കാത്ത പ്ലാൻസ് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ശലോമോൻ ഇതെല്ലാം ചോദിച്ചെന്നാണ് പറഞ്ഞത്. പായൽ മുതൽ ദേവദാരു വരെ, അബൌട്ട് എവറി ട്രീ, എവറി പ്ലാന്റ്, അബൌട്ട് എവറി ലിവിങ് ബീയിങ്സ്, ജീവനുള്ള സകലതിനെക്കുറിച്ചും. എന്തിനെക്കുറിച്ച്? മത്സ്യം, ഇഴജാതി, പക്ഷി, മൃഗം, ഇതിനെക്കുറിച്ച് എല്ലാം ചോദിച്ചു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ശലോമോന്. അപ്പോൾ ഇങ്ങനെയൊക്കെ സമയം ചെലവഴിക്കാം കേട്ടോ ഈ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ. കാരണം ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ഒന്നാമത് നൽകുന്നത് പ്രകൃതിയിലാണ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സോ എ പേഴ്സൺ ഹു അനലൈസസ് ദ നേച്ചർ ഓർ ദ ക്രിയേഷൻ, അവൻ തീർച്ചയായിട്ടും വീണുവാണെങ്കിൽ ദൈവത്തെ നമസ്കരിക്കും. ഒരു പാട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ടല്ലോ, ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട് അല്ലേ? നമ്മൾ ഈ പുറത്തോടൊക്കെ നടന്ന് അപ്പോൾ ഇടയ്ക്കൊക്കെ കണ്ണ് തുറന്നൊന്ന് ആരാധിക്കണം. ഇടയ്ക്ക് എങ്ങനെ ആരാധിക്കണം? കണ്ണ് തുറന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആളെ നോക്കിയല്ല, നമ്മൾ കണ്ണ് തുറക്കുന്ന അടുത്ത് നിൽക്കുന്ന ആളെ നോക്കാനാണ്. അപ്പോൾ പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ ദൈവം ഈ സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെയൊക്കെ, ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞത് നമ്മൾ പലപ്പോഴും മറ്റവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു പറയുന്നു എന്നൊക്കെ നോക്കാറുണ്ട്. ദൈവം എന്ത് ചെയ്യുന്നു എന്നൊന്ന് നോക്കണമെന്ന്. ദൈവത്തിൻ്റെ കൈവേലയെ വിവേചിക്കണം. അങ്ങനെ വിവേചിക്കുകയാണെങ്കിൽ ഈ പ്രകൃതിയിൽ തന്നെ ദൈവം കയ്യൊപ്പിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം തെളിവായി വെളിപ്പെടുത്തി വച്ചിരിക്കുകയാണ്. എന്തിന്? അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ശലോമോൻ ചോദിച്ചു മനസ്സിലാക്കി ഒരു ശാസ്ത്രശാഖയായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൽ നിന്നാണ് ബാക്കി സയൻസിലേക്കൊക്കെ പോയെന്നുള്ള കാര്യം ഓർക്കുക. 34-ാം വാക്യം ഇങ്ങനെയാണ്: ശലോമോൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവൻ്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. ഭൂപാലകൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പര്യായ പദമാണെന്ന് പണ്ട് പഠിച്ചത് ഓർക്കുക. അപ്പോൾ ഈ ശലോമോൻ്റെ അടുത്ത് ഇങ്ങനെ ജ്ഞാനം ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് പല ആളുകളും പല രാജ്യങ്ങളിൽ നിന്ന് ശലോമോനെ കാണാനായിട്ട് വന്നു. കാണാനായിട്ട് വന്ന ഒരാളുടെ കഥയൊക്കെ താഴെ നിങ്ങൾ വായിച്ചാൽ ഉണ്ട്. എന്നിട്ട് വന്ന ഒരാൾ പറഞ്ഞു, നിൻ്റെ ആലോചന കേൾക്കുന്ന നിൻ്റെ ഭാര്യമാരും നിൻ്റെ ദാസന്മാരും ഭാഗ്യവതികൾ എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ കർത്താവ് അവിടെ ഇല്ലാഞ്ഞ നന്നായി. കർത്താവ് പറഞ്ഞു, അതല്ല, അവരൊന്നും അല്ല ഭാഗ്യവതികൾ. കാരണം ഇതെല്ലാം എവിടെ നിന്ന് വന്നതാണ്? ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ഇല്ലാത്ത ഒരു ജ്ഞാനവുമില്ല. അതെല്ലാം ശലോമോൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തു. ആൻഡ് ദെൻ ഡിസെമിനേറ്റഡ്. എന്താണ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേഷൻ ഓഫ് നോളജ് ആൻഡ് ഡിസെമിനേഷൻ ഓഫ് നോളജ്. വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നു, വിതരണം ചെയ്യുന്നു. ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുക, കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ശലോമോൻ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ പിന്നെ ഉൽപ്പാദിപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇല്ലേ? ഉൽപ്പാദിപ്പിച്ച സാധനം എന്ത് ചെയ്യണം? വിതരണം ചെയ്യാൻ വാങ്ങാനായിട്ട് മുതലാളിമാർ പല രാജ്യങ്ങളിൽ നിന്ന് വന്നത്, നോളജ് വാങ്ങാനായിട്ട്. അങ്ങനെയാണ് ഈ ലോകത്തിലുള്ള ആളുകൾക്കെല്ലാം ബോട്ടണിയും സുവോളജിയും ഒക്കെ പഠിക്കാൻ സാധിച്ചത്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും എന്ന് വിചാരിച്ചോളൂ. സോ ഈ ശാസ്ത്രത്തിൻ്റെ എല്ലാം ഉപജ്ഞാതാവ് എൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ വേദപുസ്തകം വായിച്ചാൽ ആരാണ്? ശലോമോൻ. അല്ലാതെ സദൃശവാക്യവും ഉത്തമഗീതവും മാത്രമല്ല, അവൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. ദൈവം അങ്ങനെയാണ് ശലോമോനെ മാനിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ നമുക്ക് ഇതിനകത്തൊന്നും അല്ല താല്പര്യം എന്ന് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഇതിപ്പോൾ കേട്ടപ്പോൾ തിരക്കേടില്ല എന്നൊക്കെ തോന്നിയെന്നുള്ളതല്ലാതെ 6-ാം അധ്യായം വന്നിരുന്നെങ്കിൽ ആലയത്തെക്കുറിച്ച് കേൾക്കാമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലാണ് ഒരു ഹോംവർക്കും തന്നു വിട്ടതായിരുന്നു. കണക്ക് ചെയ്ത് സാറ് മറന്നുപോയി, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ചിലരൊക്കെ ഇരിക്കുകയായിരുന്നു. ശലോമോൻ്റെ വാഴ്ചയുടെ ഉണ്ടോ? എല്ലാവരും മറന്നുപോയി. 6-ാം അധ്യായം എന്നെടുത്താട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ദേശത്തു നിന്നും പുറപ്പെട്ടതിന്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് യഹോവയ്ക്ക് പണിത ആലയം. അപ്പോൾ ആലയം പണിയാൻ തുടങ്ങി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് സോളമൻ വാസ് ദ ബിൽഡിംഗ് ഓഫ് ദ ടെമ്പിൾ. ഈ ആലയം പണിതെന്നുള്ളതാണ് ശാസ്ത്രം കണ്ടുപിടിച്ചെന്നുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ കവിതകൾ എഴുതിയെന്നുള്ളതിനേക്കാൾ, അല്ലേ, പ്രോവേബ്സ് എഴുതിയെന്നുള്ളതിനേക്കാൾ, സദൃശ്യവാക്യത്തേക്കാൾ, ഉത്തമഗീതത്തേക്കാൾ, അല്ലേ, സസ്യശാസ്ത്രത്തേക്കാൾ, ജന്തുശാസ്ത്രത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്തായിരുന്നു? അവൻ ദൈവത്തിനൊരു ആലയം പണിതു എന്നുള്ളതാണ്.
അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 480 എന്നുള്ളതിൻ്റെ കണക്കൊന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന്. ആരെങ്കിലും റിസർച്ച് ചെയ്തോ? ഞാൻ തന്നെ ചോദ്യം ഉത്തരവും പറയണമായിരിക്കും അല്ലേ? ഇവർ 40 കൊല്ലം അലഞ്ഞു നടന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. പുറപ്പെട്ട് എത്ര കൊല്ലം കഴിഞ്ഞ് അലഞ്ഞു നടന്നു എന്നുള്ളത് കുറച്ചുകൂടെ കൂട്ടിക്കോണം. 40 ഇവർ അലയാൻ തുടങ്ങിയ സമയം മുതലാണ്. അതിനു മുമ്പ് ഏതാനും വർഷങ്ങൾ അവർ സമാഗമന കൂടെ അവർ ഉണ്ടാക്കുവാനും ചെങ്കടൽ കടക്കുവാനും ഒക്കെ ഉപയോഗിച്ച് അവിടെയൊക്കെ ഞാൻ ടൈം ലൈൻ കണക്കുകൾ പറഞ്ഞാണ് പോന്നിട്ടുള്ളതെന്ന് ഓർക്കുക. ഒരു 3-4 കൊല്ലം അങ്ങനെ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 40 കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ആൻഡ് ദെൻ ദേ ഫൈനലി റീച്ച്ഡ് കനാൻ. കനാൻ ദേശത്ത് എത്തിക്കഴിഞ്ഞിട്ട് യോശുവയാണ് അവരെ പ്രവേശിപ്പിച്ചത്. യോശുവ മുതൽ ശൗല് വരെ ന്യായാധിപന്മാരുടെ പുസ്തകം എത്ര കൊല്ലത്തെ ചരിത്രം കവർ ചെയ്യുന്നു എന്ന് ഞാൻ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 350 കൊല്ലം. അപ്പം 350ഉം 40ഉം കൂടെ കൂട്ടണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 രാജാക്കന്മാരുടെ ഭരണം കഴിഞ്ഞിരിക്കുന്നു. 40 വീതമുള്ള 2 രാജാക്കന്മാർ. ആരൊക്കെ? 2 പേര്. ശൗല് 40 കൊല്ലം, ദാവീദ്. അപ്പോൾ ഈ 3 മെയിൻ ഫിഗേഴ്സ് കൂട്ടിയാൽ തന്നെ എത്ര കിട്ടി? 40 + 350 + 80 = 470. ആരും കണക്ക് കൂട്ടാൻ ഇത്രയും 470 ഒരാൾ സമ്മതിച്ചു. 2 പേരുടെ വാക്കിനാൽ ഏത് കാര്യവും ഉറപ്പാക്കാം. അതുകൊണ്ട് ഞാനും ആ സഹോദരിയും കൂടെ ചേർന്ന് 470 അംഗീകരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ കണക്ക് കിട്ടിയോ? 40 + 350 + 80. 40 + 350 + 80 = 470. പിന്നെ ഇപ്പം ശലോമോൻ്റെ വാഴ്ചയുടെ എത്രാം കൊല്ലമായി? 4-ാം കൊല്ലമായി. നേരത്തെ ഇവിടുന്ന് പോകുന്ന ഒരു 4 കൊല്ലത്തെ കണക്കുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് 480 ആയി. അപ്പം കണക്ക് ശരിയായി ഏകദേശം. പിന്നെ ഇത്രയും വലിയൊരു ഹിസ്റ്ററി പറയുമ്പം +or-1 or 2 എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ +or-100 എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ +or-1 അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻസിഗ്നിഫിക്കൻറ്റ് പീരിയഡ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ 450 എത്തിയതിൻ്റെ കണക്ക് കിട്ടിയല്ലോ. അവർ പുറപ്പെട്ട് 40 കൊല്ലം വാണ്ടർ ചെയ്ത് 350, ദൈവത്തിൻ്റെ പുസ്തകം എത്ര കൃത്യമാണെന്ന് നോക്കുക. 350 കൊല്ലം ന്യായാധിപന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായി, 80 കൊല്ലം രാജഭരണത്തിൻ്റെയും കീഴിലായി കഴിഞ്ഞപ്പോഴാണ് ശലോമോൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ ഈ ആലയം പണിയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ കണക്കിനൊക്കെ ഒരു കൃത്യത ഉണ്ടെന്നുള്ള കാര്യമാണ്. ഒന്നും വെറുതെ പറയുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അല്ലേ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. അപ്പം ഒന്നാമതായിട്ട് ദൈവത്തിന് പണിയപ്പെട്ട സ്ഥിരമായിട്ടുള്ള ഒരു ആലയത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നതെന്നുള്ള കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. ആലയത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ പലപ്പോഴും വായിക്കുകയും പ്രസംഗിച്ച് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനത് വളരെ വിശദമായിട്ട് പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ വായിച്ചാൽ മതിയാകും. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 ദിനവൃത്താന്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പാരലൽ പാസേജാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡെഡിക്കേഷൻ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചതെന്നുള്ളത് മാത്രം നമുക്കൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കാം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നും തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുക കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കൾ ഒക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. വായിച്ചോ. പിന്നെ രാജാവ് സർവ്വജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ രാജാവ് 22,000 കാളയെയും 22,000 കാളയെയും 1,20,000 ആടിനെയും യാഗം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ താല്പര്യം നിങ്ങൾ നോക്കണം. യാഗം കഴിച്ചു. ഇങ്ങനെ സർവ്വജനവും ദേവാലയത്തെ പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ രാജാവും സർവ്വജനവും ദൈവാലയത്തെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ആലയം പണിതു. പണിയാനുള്ള സാധനങ്ങളും അതിൻ്റെ കോപ്പും സ്ഥലവും ഒക്കെ ദാവീദ് തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ പുസ്തകത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്തതും. ആലയം പണിതു, ആലയം പ്രതിഷ്ഠിച്ചു. ആ പ്രതിഷ്ഠിച്ച സമയത്ത് ശലോമോൻ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അത് 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിലുണ്ട്. പ്രെയർ ഓഫ് ഡെഡിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സമർപ്പണ പ്രാർത്ഥന. പ്രതിഷ്ഠിച്ചു എന്നല്ല ഇപ്പോൾ വായിച്ചത്. ആ പ്രതിഷ്ഠിച്ച സമയത്ത് ശലോമോൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ പ്രാർത്ഥനയും നിങ്ങൾ വായിക്കുകയും
പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. 12-ാം വാക്യം വേണമെങ്കിൽ തുടക്കം ഒന്ന് വായിച്ചു വിടാം. അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിക്കുവാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിൻ്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞത് എന്തെന്നാൽ, അപ്പോൾ ആ അധ്യായത്തിലുള്ള സമർപ്പണ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നിങ്ങൾ വായിക്കണം. 61 മുതലുള്ള വാക്യങ്ങൾ തൽക്കാലം ഒന്ന് വായിച്ചിട്ട് 61, 62, 63. ആകയാൽ ഇന്നുള്ളത് പോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടക്കുവാനും അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയിൽ ഏകാഗ്രമായിരിക്കട്ടെ. പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ യഹോവയ്ക്ക് 20,000 കാളയെയും 120,000 ആടിനെയും സമാധാന യാഗമായി അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ നമ്മൾ ദിനവൃത്താന്തത്തിലും ഈ കാര്യം തന്നെയാണ് കണ്ടത്. അവൻ ആലയത്തെ പ്രതിഷ്ഠിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞ ആടിൻ്റെയും കാളയുടെയും കണക്കൊക്കെ ഒക്കുന്നുണ്ടോ എന്നൊക്കെ പിന്നെ എണ്ണി നോക്കണം. നിങ്ങൾക്ക് 20,000 1,00,000 എന്നൊരു പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇതെല്ലാം ദൈവവചനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമാണോ എന്നറിയാൻ അതൊക്കെ രണ്ടിടത്തും എണ്ണി നോക്കുന്നതൊക്കെ നന്നായിരിക്കും. എനിവേ ദ ഡെഡിക്കേറ്റഡ് ദി ടെമ്പിൾ, ഒരാലയം പ്രതിഷ്ഠിച്ചു. ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവസാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വന്നു. പെന്തക്കോസ്ത് നാളിൽ സഭയിലേക്ക് പരിശുദ്ധാത്മാവ് വന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു. എന്നാൽ ഈ പ്രതിഷ്ഠാ സമയത്ത് ദൈവം ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഗോഡ്സ് വാണിംഗ്. ദൈവം ഇറങ്ങി വരികയും ചില മുന്നറിയിപ്പുകൾ, ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. നമുക്ക് 9-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അല്ലേ? യഹോവ ഗിബെയോനിൽ വെച്ച് ശലോമോന് പ്രത്യക്ഷമായതുപോലെ 2-ാം പ്രാവശ്യവും അവന് പ്രത്യക്ഷമായി. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ എൻ്റെ മുൻപാകെ കഴിച്ചിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയും യാചനയും ഞാൻ കേട്ടു. നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ഞാൻ ഈ ആലയത്തിനകത്ത് അടച്ചു പൂട്ടപ്പെടുമെന്ന് പറഞ്ഞില്ല. ശലോമോൻ പണിത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ധാരണ ഒന്ന് തിരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും പറയും ഈ പള്ളിക്കകത്തൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നു. ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ, പക്ഷേ ശലോമോൻ ഒരാലയം പണിതല്ലോ, ദൈവം അതിൽ വസിച്ചോ? ഇപ്പം എന്നെ വായിച്ചത് എന്താ? ദൈവം ആലയത്തിനകത്ത്, ദൈവത്തെ ശലോമോനായി, ദൈവത്തിൻ്റെ സാന്നിധ്യവും തേജസ്സും ഒക്കെ ആലയത്തിനകത്ത് വന്നു നിറഞ്ഞു. ശലോമോൻ താഴും താക്കോലും എടുത്തുകൊണ്ട് വന്ന് രക്ഷപ്പെട്ടു. ഇനി ഈ ദൈവത്തെ നമ്മളിവിടുന്ന് അങ്ങനെ വല്ലതും സംഭവിച്ചോ? ആ ദൈവം അതിനേക്കാളൊക്കെ സർവ്വവ്യാപിയും ബുദ്ധിമാനും ഒക്കെ ആയതുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞു? നിന്റെ പ്രതിഷ്ഠയും നിന്റെ ആലയമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തോളാം. ഇപ്പോൾ ഒന്നുകൂടെ വായിച്ച വാക്യം, ഞാൻ എൻ്റെ ആലയത്തെ നാമം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. എൻ്റെ കണ്ണും എൻ്റെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ബിക്കോസ് യു ഹാവ് ഡൺ സംതിങ് ലൈക്ക് ദിസ്, മൈ അറ്റൻഷൻ ഈസ് ദെയർ. നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അതെൻ്റെ ശ്രദ്ധയിൽ ഉണ്ട്. അല്ല, ഞാനവിടെ സ്ഥിരം താമസിക്കാൻ പോവുകയാണെന്നല്ല പറഞ്ഞത്. അവൻ കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല. അവൻ സ്വർഗത്തിലും ഒതുങ്ങത്തില്ല. താഴോട്ട് വായിക്കാം. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മുൻപാകെ ഹൃദയ നിർമ്മലതയോടും പരമാർത്ഥതയോടും കൂടെ നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരിക്കുവാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനുള്ള നിന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടുമാറി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വായിച്ചാൽ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കണ്ടീഷണലായിരുന്നു. അല്ലേ? നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. കണ്ടീഷണൽ. കാരണം ദൈവം നിയമത്തിൻ്റെ ദൈവമാണ്, അല്ലെങ്കിൽ കവനൻറ്റ്, ഉടമ്പടിയുടെ ദൈവമാണ്. 2 പേരുണ്ട്, നമ്മളുമുണ്ട്, ദൈവമുണ്ട്. ദൈവം ഒരിക്കലും വാക്ക് മാറുകയില്ല, ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. പുതിയ നിയമം ഉണ്ടാക്കാനും ദൈവം തയ്യാറാണ്, പക്ഷെ ഉണ്ടാക്കിയ നിയമത്തിൽ നിന്ന് പുറകോട്ട് പോവുകയില്ല. നമ്മളാണ് പലപ്പോഴും വാക്ക് മാറുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടെ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്, 3-ാം അധ്യായത്തിലേക്ക്. അവിടെ ശലോമോനോട് ദൈവം ഈ ജ്ഞാനമൊക്കെ ചോദിച്ചപ്പോൾ ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അല്ലേ? ഇത് ദൈവത്തിന് പ്രസാദമായി എന്ന് പറഞ്ഞില്ലേ? 3:10.
ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തു എന്തെന്നാൽ, ശ്രദ്ധിക്കണം, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷവും ഉണ്ടാകുകയില്ല. ശ്രദ്ധിക്കണം, ഇനിയത്തേത്, ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ, കണ്ടീഷൻ, നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ് തരും. നിനക്ക് അപ്പം ശലോമോന് 3 കാര്യങ്ങൾ ദൈവം ബോണസായിട്ട് ഓഫർ ചെയ്തു. എന്തൊക്കെയാണ് ഓഫർ ചെയ്തത്? സമ്പത്ത്, മഹത്വം, ദീർഘായുസ്. അതിൽ ഒരു കാര്യം മാത്രം കണ്ടീഷനിലായിരുന്നു. എന്തായിരുന്നു? ദീർഘായുസ്. എന്നിട്ട് ശലോമോൻ എത്ര നാൾ ജീവിച്ചുവെന്നും എന്താണ് ശലോമോന് പിന്നെ പറ്റിയതെന്നും അടുത്ത ക്ലാസ്സിലേ പറയാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിച്ചുകൊണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു വിടുന്നത്, ഇങ്ങനെ ദൈവം കണ്ടീഷനിലായിട്ട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ശലോമോൻ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തോ അതോ അതിൽ പരാജയപ്പെട്ടോ? ശലോമോനിൽ നിന്ന് എന്ത് പഠിക്കണം എന്ന് പഠിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ ശലോമോന് ദൈവം പലപ്പോഴായിട്ട് പല പ്രത്യക്ഷതകളും പല അനുഗ്രഹങ്ങളും പല വാഗ്ദാനങ്ങളും ഒക്കെ നൽകുകയുണ്ടായി. അതിൽ എല്ലാം കണ്ടീഷനിലായിരുന്നില്ല, ചിലതൊക്കെ കണ്ടീഷൻ വെച്ചിട്ടുള്ളതുമായിരുന്നു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ചിലതിനൊന്നും ഒരു ദൈവം കണ്ടീഷൻ പറഞ്ഞില്ല. നീ ചോദിക്കാത്ത സമ്പത്ത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, അത് ദൈവം ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. നീ ചോദിക്കാത്ത യശസ്, നിൻ്റെ മുമ്പിൽ ഒരു രാജാവും നിൽക്കാത്ത തരത്തിൽ നിനക്ക് സമനായ ഒരു രാജാവ് ഉണ്ടാവുകയില്ല. എന്നാൽ ദീർഘായുസിൻ്റെ കാര്യം വന്നപ്പോൾ, കാരണം നമ്മൾ ആവർത്തന പുസ്തകത്തിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച്, അനുഗ്രഹത്തിൻ്റെ കാലമാണിത്. അപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ആ പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്താണ് ആവർത്തന പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം? ഇവിടെ എഴുതേണ്ടി വരും, സി നോട്ട്സ് ഫോർ ഡ്യൂട്രോണമി എന്ന്. ഞങ്ങൾ വീട്ടിൽ പോയി ആവർത്തന പുസ്തകത്തിൻ്റെ നോട്ട് നോക്കി അടുത്ത ആഴ്ച എങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. എന്താണ് ഓഫർ ചെയ്തത്? നിനക്ക് നന്നായിരിക്കുവാനും നിനക്ക് ജീവൻ ഉണ്ടാകുവാനും നീ ദീർഘായുസോടിരിക്കുവാനും. അപ്പോൾ ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തല്ല, കാറല്ല, വീടല്ല, ശത്രു സംഹാരമല്ല, പ്രശസ്തിയല്ല, ദീർഘായുസാണ്. ദീർഘായുസ് എന്ന് പറഞ്ഞാൽ നിത്യജീവൻ. അതിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. ഇറ്റേണൽ ലൈഫ്. ആ ഇറ്റേണൽ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടീഷനുണ്ട്, ഇല്ലേ? അതിന് നീ എൻ്റെ കൽപ്പനകളും എൻ്റെ ചട്ടങ്ങളും എൻ്റെ വിധികളും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതൊക്കെ പ്രമാണിച്ച് നടന്നാൽ നിനക്ക് ദീർഘായുസ്. നടന്നില്ലെങ്കിൽ നീ എവിടെ വെച്ച് നടപ്പ് നിർത്തിയോ അവിടെ വെച്ച് സംഗതികൾ കട്ട് ഷോർട്ടാകും. അതുകൊണ്ട് ശലോമോന് ഈ പറഞ്ഞതൊക്കെ കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. ശലോമോൻ നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. ശലോമോൻ നൽകിയ ചില പാഠങ്ങൾ നമ്മൾ പഠിച്ചു. ശലോമോൻ ദൈവസന്നിധിയിൽ വിനയമുള്ളവനായിരുന്നു, വളരെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് കാത്തിരുന്നു, ആലയം പണിതു, ജ്ഞാനിയായിരുന്നു. എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന് എന്തും സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചയും പറ്റിയിട്ടുണ്ട്. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നു. ഇതെല്ലാം ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. അതുകൊണ്ട് ഏതാണ് കണ്ടീഷനെന്നും ഏതാണ് കണ്ടീഷൻ ഇല്ലാത്തതെന്നും ഒക്കെ തിരിച്ചറിയണം. കണ്ടീഷൻ ഏറ്റവും വലിയ അനുഗ്രഹത്തിനാണ് ദൈവം വെക്കുന്നത്. ഏതാണ് ഏറ്റവും വലിയ അനുഗ്രഹം? ദീർഘായുസ്. ഇതിൻ്റെ ഉത്തരം വേണമെങ്കിൽ ഇപ്പം അടുത്ത ആഴ്ച വരാത്തവരോ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കാം. ശലോമോൻ ദീർഘായുസ് പ്രാപിച്ചില്ല. സമ്പത്തുണ്ടായി, ശത്രു സംഹാരം ഉണ്ടായി, പക്ഷെ അദ്ദേഹത്തിന് എത്ര വയസ്സ് വരെ ജീവിച്ചെന്ന് നിങ്ങൾ അതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. ദീർഘായുസ് മാത്രമാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. കാരണം 11:4 പറഞ്ഞിരിക്കുന്നു, അവൻ്റെ അപ്പൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നത് പോലെ അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം തീരുമാനിച്ച് പിരിയാം. നമ്മുടെ ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്. അതുമാത്രമല്ല, താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പം ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുകയാണ്, തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ വലിയവനെന്ന് കാണിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണും ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി, കർത്താവ് നിൻ്റെ കൽപ്പനകൾ, നിൻ്റെ ചട്ടങ്ങൾ, നിൻ്റെ പ്രമാണങ്ങൾ എനിക്ക് വേണം, ഞാനത് പ്രമാണിച്ചോളാം എന്ന് നമുക്ക് അവനോട് പറയാം. തീർച്ചയായിട്ടും ഏകാഗ്രതയുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ
നിർമ്മലതയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ അവൻ നമ്മെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ശലോമോൻ്റെ ധന്യജീവിതത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവൻ ദൈവത്തിനായിട്ട് കാത്തിരുന്നതുപോലെ, വിനയബുദ്ധിയുള്ളവനായിരുന്നതുപോലെ, ധാരാളം ഹോമയാഗങ്ങൾ കഴിച്ച് ദൈവത്തിൻ്റെ ദർശനവും പ്രസാദവും പ്രാപിച്ചതുപോലെ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനായിട്ട് കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് കർത്താവ് ആലോചനകൾ പ്രാപിച്ച് വിവേകമുള്ള, ജ്ഞാനമുള്ള, കർത്താവ് ദൈവശബ്ദം കേൾക്കുന്ന ഒരു ഹൃദയം പ്രാപിക്കുവാൻ ഞങ്ങളെ ഇന്നത്തെ വചന കേൾവിയാൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നാൽ കർത്താവെ, ഞങ്ങൾ ദീർഘായുസ്സുള്ളവരായിട്ട് നിത്യം കർത്താവിൻ്റെ കൂടെ വാഴുവാൻ തക്കവണ്ണം നീ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കർത്താവിന് ഇന്ന് ചട്ടങ്ങളെ, വിധികളെ, കൽപ്പനകളെ എല്ലാം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അതൊക്കെയും കൃത്യമായിട്ട് പരിശോധിച്ച് പ്രമാണിച്ച് കർത്താവ് ജീവൻ്റെ വഴിയിൽ നടക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ശലോമോൻ്റെ ജീവിതവും മറ്റ് രാജാക്കന്മാരുടെ ജീവിതവും പരിശോധിക്കുമ്പോൾ അതിൽ നിന്നൊരു വലിയ ലേണിംഗ് കർത്താവ് ഞങ്ങൾക്കുണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് മാതൃകയായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റുവാനും നിത്യതയിൽ എത്തിച്ചേരുവാനും വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മടക്കയാത്രയിൽ അവിടുത്തെ കൃപ കൂട്ടിരിക്കണം, തിരുനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.